ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ്മീസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദോശമാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കുക. ദോശമാവായതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയൊരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഞാനത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ തവി മാവെടുത്ത് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു സമയം ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് നല്ലപോലെ എണ്ണ വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. മാവും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിൽ കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അതിന് കുറച്ച് കോരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ സ്നാക്കിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ച് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ദോശമാവ് ബാക്കി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.